ഹലോ, നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. പടവലങ്ങയും ക്യാരറ്റും പരിപ്പും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 മുട്ടയും കൂടെ ചിക്കി പൊരിച്ച് ചേർക്കാം. ഞാൻ മുട്ട ചേർത്തിട്ടില്ല, പക്ഷേ മുട്ട കഴിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ ഇതിന് ഡബിൾ ടേസ്റ്റാണ്. ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു 1/2 കപ്പ് സാമ്പാർ പരിപ്പ്, അതായത് തുമരപ്പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒറ്റ വിസിലൊന്ന് കുക്ക് ചെയ്യണേ. ഒറ്റ വിസിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപ്പം തന്നെ നിങ്ങൾ തുറക്കണം കേട്ടോ. തീരെ അങ്ങ് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പരിപ്പ് ഉപയോഗിക്കാൻ കൊള്ളില്ലേ. ഇപ്പോൾ പിന്നെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തേങ്ങയും 1/4 കപ്പ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും 3 സാമാന്യം എരിവുള്ള പച്ചമുളകുമാണ്. ഇത് നമുക്ക് അത് ചെറുതായിട്ടൊന്ന് പൾസിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാമേ. ഇപ്പം സാമാന്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ളത്, ഞാനിപ്പോൾ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൊച്ചുള്ളി എടുക്കാൻ മടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള കൊത്തി എരിഞ്ഞ് ചേർത്താൽ മതി. ഇപ്പോൾ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 8-10 സാമാന്യം വലിപ്പമുള്ള കൊച്ചുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ഈ തോരൻ വെക്കാനായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള 2 ക്യാരറ്റ് ചോപ്പറിലിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പടവലങ്ങ എടുത്തിരിക്കുന്നത് അത് ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് 250-നും 300 ഗ്രാമിനും ഇടയ്ക്കായിരുന്നു കേട്ടോ. പടവലങ്ങയും ചെറിയ ക്യൂബ്സായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഈ പച്ചക്കറി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇത് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നടുക്കോട്ട് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണേ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. നമ്മൾ ഒരിച്ചിരി പോലും വെള്ളം ഒഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇട്ടിട്ട് വേണം നമ്മളിത് മുഴുവൻ കുക്ക് ചെയ്തെടുക്കാനേ. നമ്മുടെ ക്യാരറ്റും പടവലങ്ങയും ഒരു പകുതി വേവായി കഴിയുമ്പോഴാണ് നമ്മളുടെ അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത്. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് ആ റെസിപ്പികളൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഹൈപ്പ് ചെയ്യാൻ കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് രണ്ടും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് അതിനകത്തോട്ട് ചേർക്കാമേ. അരപ്പ് അതിനകത്തോട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നടുക്കോട്ട് കൂട്ടി വെച്ച് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് വെന്തിരിക്കും. ഏറ്റവും അവസാനം നമ്മളുടെ പരിപ്പും കൂടെ ചേർക്കണം. ഇപ്പോൾ ഇതേ അരപ്പിൻ്റെയും പച്ചച്ചവയൊക്കെ മാറി നമ്മൾ പരിപ്പും അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഞാൻ എടുത്ത് കാണിക്കാം. ആ സ്പാച്ചുലയിൽ പരിപ്പ് ചേർത്ത ഭാഗത്തെ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയതാണ് കേട്ടോ. പരിപ്പ് കുക്കാകാനോ അതിൻ്റെ പച്ചച്ചവ മാറാനോ ഒന്നുമില്ലല്ലോ. നമ്മൾ വേറെ നേരത്തെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുക്ക് ചെയ്തതാണ്. കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ ഒന്ന് വെക്കുമ്പോഴേക്കും നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു സ്വാദും പടവലങ്ങയുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ആ ഒരു മണവും രുചിയും ഒക്കെ നമ്മുടെ പരിപ്പിലോട്ടും കൂടെ പിടിക്കും. ഇനി നമ്മൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ തന്നെ തുറന്നിട്ടിട്ട് ഒന്ന് വെള്ളം തോർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് പടവലങ്ങ പരിപ്പ് തോരന് ഒന്നൊന്നേ തൊടാതെ നല്ലതായിട്ട് കിട്ടുവേ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യാതിരിക്കില്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്